കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടത്തിൽ 105 പേർ മരിച്ചു. 300ഓളം പേരെ പരിക്കേറ്റ നിലയിൽ വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. അനുമതിയില്ലാതെ നടത്തിയ കമ്പത്തിനിടെ കമ്പപ്പുരയ്ക്ക് തീപിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3:20ഓടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ആദ്യ റൗണ്ട് കമ്പം അവസാനിച്ച ശേഷം രണ്ടാം റൗണ്ട് കമ്പം തുടങ്ങിയതോടെയാണ് അപകടം. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പൊട്ടിച്ചിതറുന്ന സൂര്യകാന്തി കമ്പത്തിലൊന്ന് ഉത്സവപ്പറമ്പിലെ തറയിലിരുന്ന് പൊട്ടി. ഇതിലെ തീപ്പൊരി വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന കമ്പപ്പുരയിലേക്ക് തെറിച്ചു. വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്നു. ഇത് അവിടെ ഈ കുറ്റി ഇരുന്നായിരുന്നു. ഈ കുറ്റിയിൽ നിന്ന് തെറിച്ച് പോയതാണ് സംശയം. കാരണം വെച്ചാൽ കുറ്റി ഒരു സൈഡിലോട്ട് ചരിഞ്ഞായിരുന്നു ആ സമയത്ത് ഇട്ട വഴി. ഇത് അങ്ങോട്ട് തെറിച്ച് ഇത് അവിടെ മൊത്തം ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ നമ്മളടുത്തൊക്കെ വന്നായിരുന്നു എൻ്റെ ചീള്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ചീള് നമ്മളടുത്തൊക്കെ വന്നായിരുന്നു. നമ്മൾ തീയെ കാണിച്ച് പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് വീണ്ടും വന്നു. പിന്നെ ഇത് മൂന്നാമത്തേലാണ് ഇത് അങ്ങോട്ട് പോയത്. സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ അപ്പുറം സൈഡിലോട്ട് മാറിയിരുന്നായിരുന്നു എന്താണ് നോക്കാനായിട്ട്. ഇത് അങ്ങോട്ട് പോണത് കണ്ട് എന്താണ് നോക്കാനായിട്ട് പോയത്. സ്പോട്ടിൽ തന്നെ ഇത് അവിടെ നിന്നിട്ട് ഈ തീം ഈ ഷെയ്ഡ് ഇതെല്ലാം കൂടെ കോൺക്രീറ്റും എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നു. പരവൂർ പൊറ്റിങ്ങൽ ക്ഷേത്രത്തിനും പരിസരത്തും 1000-ലധികം പേരാണ് കമ്പം കാണാനെത്തിയിരുന്നത്. രക്ഷാപ്രവർത്തനം സമയബന്ധിതമായി നടത്തിയെങ്കിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കടന്നു. 300-ലധികം പേർക്ക് പരുക്കേറ്റ് ജില്ലയിലും പുറത്തുമായി വിവിധ ആശുപത്രികളിലായുണ്ട്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പെരിങ്ങോലം ആശുപത്രിയിലും അവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികളുമെല്ലാം നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ കൊല്ലം.